നമസ്കാരം സഹൃദയരെ, ഞാൻ ജയശങ്കർ പ്രസാദ് വാച്ചവാദ്യൻ. മൃത്യുഞ്ജയ ഹോമത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. നമ്മുടെ ഋഷിമാർ എന്തുകൊണ്ടായിരിക്കും മൃത്യുഞ്ജയ ഹോമം വിഭാവനം ചെയ്തത്? മൃത്യുവിനെ ജയിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ അല്ലേ? മൃത്യുവിനെ ജയിക്കുക എന്ന അർത്ഥത്തിലല്ല മൃത്യുഞ്ജയ ഹോമം എന്ന് പറയുന്നത്. മൃത്യുഭയത്തെ നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. മൃത്യുവിനേക്കാൾ അപകടകാരിയാണ് മൃത്യുഭയം. അപ്പോൾ മൃത്യുഭയത്തെ ജയിക്കാനാണ് മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത്. അതിനകത്ത് 7 ദ്രവ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ചിറ്റമൃതവള്ളി, പേരാൽമുട്ട്, എള്ള്, കറുക, പാല്, നെയ്യ്, പാൽപ്പായസം, ഇങ്ങനെ 7 ദ്രവ്യങ്ങൾ. അമൃതേ രോഗശാന്തിശ്ച വടേ മൃത്യുവിനാശനം തിലേ അരിഷ്ടനാശഞ്ച ദൂർവാ ആയുഷ്യവർദ്ധനം ക്ഷീരേന ബലവർദ്ധന്തു ആജ്യം സർവാർത്ഥസിദ്ധയെ പായസം സർവകാര്യേഷു. ഇങ്ങനെ സപ്തദ്രവ്യവിധി സ്മൃത, ഇങ്ങനെ 7 ദ്രവ്യങ്ങളായിട്ടുള്ള വിധി പറയുന്നു. നമുക്ക് സാധാരണ മൃത്യുഭയം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഭയം? നമുക്ക് വേദനകൾ വരുമ്പം മരിച്ചു പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവാം. രോഗങ്ങളെ കൊണ്ട് നമുക്ക് മൃത്യുഭയം ഉണ്ടാവാം. പിന്നെ കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ അറിയപ്പെടുന്ന ആൾക്കാരിലൊക്കെയുള്ള അകാല മൃത്യു, അപകട മരണമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കും ഇതുപോലെ വരുമോ എന്നുള്ള ഒരു മൃത്യുഭയം നമുക്കുണ്ടാവാം. അപ്പോൾ ഇതിനെ തരണം ചെയ്യാൻ നമ്മൾ എന്താണ് വേണ്ടത്? നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള നല്ല ചിന്തകൾ നിറയ്ക്കുക. അതിന് പ്രാപ്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് ഓജസ്സും തേജസ്സും ഒക്കെ ഉണ്ടാവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. ഇത് രണ്ടുമാണ് മൃത്യുഭയത്തിൽ നിന്ന് നമുക്ക് അതിജീവിക്കാൻ വേണ്ടത്. അപ്പം അത് തന്നെയാണ് ഈ ദ്രവ്യക്രമത്തിലും ഉള്ളിലടങ്ങിയിട്ടുള്ളത്. അമൃതേ രോഗശാന്തിശ്ച, ചിറ്റമൃതവള്ളി രോഗശാന്തിയെ ഉദ്ദേശിച്ചാണ് ഹോമിക്കുന്നത്. നമുക്ക് ആയുർവേദത്തിലൊക്കെ ചിറ്റമൃത് കൊണ്ട് അമൃതാരിഷ്ടം തുടങ്ങിയിട്ടുള്ള കഷായങ്ങളും മറ്റും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ രോഗശാന്തിക്ക് വിധിച്ചിട്ടുള്ളത് തന്നെയാണ് ചിറ്റമൃത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വടേ മൃത്യുവിനാശനം, വടം പേരാലാണ് നമുക്ക് മൃത്യുവിനാശനമായിട്ട്, മൃത്യുവിനെ നശിപ്പിക്കാനായിട്ട്. എന്നുവെച്ചാൽ മൃത്യുവിനാശനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്ത എന്താണ്? ദീർഘമായിട്ടുള്ള കാലം ജീവിക്കുക. അപ്പോൾ വടം പേരാല് കാണുമ്പോൾ നമുക്കൊരു ദീർഘമായിട്ടുള്ള ആയുസ്സിനെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള മരങ്ങളിൽ ഒന്നാണ് പേരാല്, വടവൃക്ഷം. അത്രയധികം കാലം നിലനിൽക്കുന്ന ഒരു മരമാണ്. തിലം, എള്ളാണ് പിന്നെ ഹോമിക്കുന്നത്, അരിഷ്ടതകൾ ഇല്ലാതാക്കാൻ. അപ്പോൾ നമുക്ക് അറിയാം, അരിഷ്ടതകൾ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആരോഗ്യം വർദ്ധിപ്പിക്കുക. അതിന് നമ്മൾ എള്ള് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ എള്ളെണ്ണയും മറ്റും ശരീരത്തിന് കായബലം നൽകാനും മറ്റും ഉപയോഗിക്കുന്ന സാധനമാണ്. ആ തരത്തിൽ നോക്കുമ്പോൾ എള്ള് അതിന് അനുയോജ്യമായിട്ടുള്ള ദ്രവ്യം തന്നെയാണ്. തൂർവ, കറുക ആയുസ്സിൻ്റെ വർധനവിന് വേണ്ടിയിട്ട്. ആയുസ് ദീർഘിപ്പിക്കുക എന്ന് പറയുമ്പോഴും ആരോഗ്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മാത്രമല്ല, മറ്റ് ചില ഇപ്പോൾ പൂച്ചയും മറ്റും കറുക തിന്നുന്നത് ചിലപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. എന്നുവെച്ചാൽ എന്തെങ്കിലും വയറ്റിൽ ബുദ്ധിമുട്ടൊക്കെ വരുമ്പം ചില ജീവികൾ ഇങ്ങനെ കറുക തിന്നുന്നത് കാണാം. അപ്പം ആയുസ്സിൻ്റെ എന്തോ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു വസ്തു തന്നെയാണ് കറുക എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ക്ഷീരേന ബലവർദ്ധനം, ക്ഷീരം പാല് കൊണ്ട് നമുക്ക് ബലവർദ്ധം, ഓജസ് ഉണ്ടാവുക, ശരീരത്തിന് ബലം, നാഡീഞരമ്പുകൾക്ക് ശക്തി ഉണ്ടാക്കാം. അത് പാലിൻ്റെ ഗുണങ്ങൾ നമുക്ക് അറിയാം. കാൽഷ്യം, മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ നെയ്യ്, ആജ്യവും നമുക്കറിയാം. നെയ്യ് പലതരത്തിലുള്ള സ്നേഹപാനം എന്നൊക്കെ പറഞ്ഞിട്ട് നെയ്യിൻ്റെ ഔഷധ സേവയായിട്ട് നമുക്കറിയാം. അതും നമ്മുടെ ഒരു ദ്രവ്യം തന്നെയാണ്. പിന്നീടുള്ളത് പായസം, സർവകാര്യസിദ്ധി. പായസം എന്ന് പറഞ്ഞാൽ അഭീഷ്ടസിദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ വളരെയധികം യുക്തിസഹമായിട്ട് തന്നെ നമുക്ക് തോന്നുന്ന ഒന്നാണ് മൃത്യുഞ്ജയ ഹോമം.